തനിക്ക് എതിരായി വരുന്ന ട്രോളുകളെ താൻ സർഗാത്മകമായി കാണുന്നുവെന്ന് LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. അത് എല്ലാ കാലത്തും ഉണ്ടാകും. നിലമ്പൂരിൽ LDF വിജയിക്കും. PV അൻവർ എന്ത് പറയണമെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നും M. സ്വരാജ് 24നോട്. നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി M. സ്വരാജ് നമ്മോടൊപ്പം ചേരുകയാണ്. മുഖ്യമന്ത്രി വന്നു, ഇനി നിങ്ങൾ അങ്ങോട്ട് അയക്കൂ എന്നാണ് പറഞ്ഞത്, കൈ ഉയർത്തിയിട്ട്. ആവേശം തന്നെയല്ലേ? അതെ അതെ, മുഖ്യമന്ത്രിയുടെ ആ പ്രയോഗം വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായി സ്പോണ്ടേനിയസ് ആയി വന്നൊരു പ്രയോഗമാണ്. അത് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് ആവേശത്തിൻ്റെ ഇടയിൽ നമ്മുടെ LDF പ്രവർത്തകരെയും പൊതുവിലും വളരെ ആവേശകരമായിട്ട് സ്വാധീനിച്ച ഒരു വാക്കായിട്ട് മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. UDF ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത UDF മണ്ഡലമാണ്, അടിയുറച്ച കോട്ടയാണ്, ഞങ്ങൾക്കൊരു തറയുണ്ട്, പക്ഷേ 2 തവണ അത് ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല, അത് അവർ എടുത്തു, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ആര്യാടൻ ഇറക്കിയിരിക്കുന്നത് എന്നാണ്. പരമ്പരാഗത UDF മണ്ഡലം അല്ലെങ്കിൽ പരമ്പരാഗത LDF മണ്ഡലം, അങ്ങനെ ഒരു സാധ്യതകൾ ഏതെങ്കിലും തരത്തിലുണ്ടോ ഈ നിലമ്പൂരിൽ? ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരമ്പരാഗതമായ ഒരു വിലയിരുത്തൽ ശൈലിയാണത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് അവരെ വിമർശിക്കേണ്ട കാര്യമില്ല. പക്ഷേ 2 വിധത്തിൽ അതിനോട് എനിക്കുള്ള വിയോജിപ്പ്, ഒന്ന്, അങ്ങനെ കൂട്ടാൻ പറ്റിയൊരു മണ്ഡലമല്ല ഇത്. കാരണം മണ്ഡല രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ ഇടതുപക്ഷം ജയിക്കുന്നു, പാർട്ടി ചിഹ്നത്തിൽ ഇവിടെ LDF ജയിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ അൻവർ വരുന്നു, അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ സതീശനിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട്. പിണറായിസം ഒരു ഭാഗത്ത്, പിണറായിസത്തിനെതിരായ പോരാട്ടം, പിന്നെ സതീശനിസത്തിനെതിരായ പോരാട്ടം. സോഷ്യൽ മീഡിയയിലെ വലിയ ട്രോളുകളാണ് ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ നോക്കിക്കാണുന്ന അൻവറിൻ്റെ ഒരു കടന്നുവരവ്? ഇല്ല, ഞാനതിനെക്കുറിച്ചൊന്നും അങ്ങനെ വിശകലനം ചെയ്യാറില്ല. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വോട്ട് ചോദിക്കുകയാണല്ലോ, ജനങ്ങളുമായിട്ട് വോട്ട് ചോദിക്കുക, അതിന് കൂടുതൽ സമയം നീക്കി വെക്കുക. ഞാൻ ഇത്തരം കാര്യങ്ങൾ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാറില്ല. അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ അഭിപ്രായം പറയാറുമില്ല. ഇപ്പോൾ അദ്ദേഹം എന്ത് പറയണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിലമ്പൂരിൽ ഒരു വിജയപ്രതീക്ഷ ഉറച്ചു നിന്നു, വന്നിറങ്ങിയതോടുകൂടിയിട്ട് അത് ഏതാണ്ട് ഉറച്ചു എന്ന് തന്നെ പറയാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും അടിയുറച്ച ആത്മവിശ്വാസവും ഉറച്ച ശുഭാപ്തി വിശ്വാസം, നല്ല പ്രതീക്ഷ LDF പ്രവർത്തകരെ പോലെ എനിക്കും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുണ്ട്. അവസാനമായിട്ട് ഒന്ന് ചോദിച്ചോട്ടെ, ഈ സോഷ്യൽ മീഡിയയിലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൈ പിടിച്ച് സ്വരാജ് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ജോസഫിൻ്റെ കൈ പിടിച്ച് നിർത്തിയതും അതുപോലെ തന്നെ സരിൻ്റെ കൈ പിടിച്ച് നിർത്തിയതും, അതിനെ കൂടാതെ ജേക്കിൻ്റെ, അപ്പോൾ 4മത്തവനാണ് എന്ന് പറഞ്ഞ് ഇട്ടുള്ള ഒരു കമൻറ്റാണ് വന്നത്. അതിനെ എങ്ങനെയാണ് അത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്? അല്ല, അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് സർഗാത്മകമായ ഒരിതാണ്. കാരണം ഈ കുറേ പേര് പരാജയപ്പെട്ടു, ഇവനും പരാജയപ്പെടാൻ പോകുന്നു പറയില്ല. അതൊക്കെ ജനാധിപത്യത്തിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അതിലൊന്നും ആ കമൻറ്റ് മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രചരണത്തോട് നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഇതൊക്കെ മറ്റെല്ലാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വരുന്നതാണ്. അതിനൊന്നും ആരെയും ഞാൻ കുറ്റം പറയുകയോ വിമർശിക്കുകയും ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് ആസ്വദിച്ച് പോകാം. പക്ഷേ ഇത്തവണ LDF നിലമ്പൂരിൽ ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സ്വരാജ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രീ ശ്രീകുമാരൻ, 24 നിലമ്പൂർ.